നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘടകമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരയണമേ. ആവശ്യമുള്ള ആഹാരം, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ആവശ്യമുള്ള ആഹാരം. നമുക്കറിയാം, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വെള്ളം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ്. ഇന്ന് നമ്മുടെ ആത്മീക ഗോളത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് അനുഗ്രഹം എന്നുള്ളത്. എന്താണ് അനുഗ്രഹം? നമുക്കറിയാം, നമുക്കൊരു വീട് ആവശ്യമാണ്, പാർപ്പാൻ ഒരു വീട് ആവശ്യമാണ്, നമുക്കൊരു വാഹനം ആവശ്യമാണ്, നമുക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം ആവശ്യമാണ്, നമുക്ക് വസ്ത്രം ആവശ്യമാണ്, നമുക്ക് നമ്മുടെ കുളിര് മാറ്റാൻ, കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടുവാൻ നമുക്കൊരു വസ്ത്രം ആവശ്യമാണ്. എന്നാൽ എന്താണ് ദൈവിക അനുഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്, നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു ആഡംബരപൂർണമായ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് അനുഗ്രഹം എന്നതാണ് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആവശ്യമുള്ള ആഹാരമാണ് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം. നമുക്കൊരു വീട് ആവശ്യമാണ്. നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചുള്ള ഒരു വീടാണ്. ഒരു 50,000 രൂപ ഒരു മാസം വരുമാനമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന വീടും ഒരു 7 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി ഉണ്ടാക്കുന്ന വീടും തമ്മിൽ നല്ല അന്തരമുണ്ടായിരിക്കും. അവരുടെ സാമ്പത്തിക നില അനുസരിച്ചാണ് അവർ അവരുടെ വീട് പണിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്നത് നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ സാമ്പത്തിക നിലയ്ക്ക്, നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചാണ് ആ അനുഗ്രഹം ലഭിക്കുന്നത്. അയലോക്കത്തെ വീട്ടിലെ ഒരാളുടെ അനുഗ്രഹത്തെക്കാൾ മേളിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ആ അനുഗ്രഹത്തിനൊപ്പം എത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതും തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു പ്രാർത്ഥന വരുന്നത്. നമുക്കാവശ്യമുള്ളത്, നമുക്ക് അന്നന്നത്തേക്കുള്ളത് ആണ് ദൈവം നമുക്ക് നൽകുന്നത്. അതാണ് അനുഗ്രഹം. ഈ അന്നന്നത്തേക്കുള്ള നമുക്ക് താമസിക്കാനൊരു വീടും, സഞ്ചരിപ്പാൻ ഒരു വാഹനവും, ഉടുപ്പാൻ വസ്ത്രവും, ഉണ്ണാൻ ഭക്ഷണവും നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്കൊരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് മനുഷ്യന് ലഭിക്കുന്ന തൃപ്തിയാണ്, മനുഷ്യന് ലഭിക്കുന്ന സമാധാനമാണ്, മനുഷ്യന് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്, മനുഷ്യന് ലഭിക്കുന്ന സന്തോഷമാണ് ആ പഠിപ്പിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം അടിസ്ഥാന ഘടകമായ തൃപ്തിയിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് നമ്മുടെ വീടും, നമ്മുടെ വാഹനവും, നമ്മുടെ വസ്ത്രവും, നമ്മുടെ ഭക്ഷണവും. പലപ്പോഴും പല ദൈവദാസന്മാരും തെറ്റിദ്ധരിപ്പിക്കുന്നത്, നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു വലിയ വിശാലതയിലേക്ക്, ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്നെ വഴി നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തൃപ്തരാണെങ്കിൽ അതിന് മുകളിലേക്ക് ഒരവസ്ഥയിലേക്ക് ലോൺ എടുത്ത് കടം വാങ്ങി വീണ്ടും നമ്മൾ ആഡംബരം കാണിക്കാൻ കടന്നു പോകുമ്പോൾ, വീണ്ടും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അത് വാഹനമാകട്ടെ, അത് വീടാകട്ടെ, അത് വസ്തുവകകളാകട്ടെ, അത് വസ്ത്രമാകട്ടെ, നമ്മൾ ആവശ്യത്തിനുള്ളതിനേക്കാളേറെ, നമ്മുടെ ആവശ്യത്തിനപ്പുറം നാം കടന്ന് ചിന്തിക്കുമ്പോൾ, നാം കടന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊരു അനുഗ്രഹമല്ല. അത് നമുക്കൊരു പ്രശ്നമായി, ഒരു പ്രതികൂലമായി, ഒരു പ്രതിസന്ധിയായി അത് മാറുകയാണ്. നമ്മൾ ലോൺ എടുത്തൊരു വീട് വെക്കുമ്പോൾ അത് പിന്നെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും കടക്കാരായി മാറും. അതല്ല അനുഗ്രഹം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം എന്ന് തിരിച്ചറിയുകയാണ് ഈ ദിനങ്ങളിൽ നമുക്ക് ആവശ്യം. ആവശ്യമുള്ള ആഹാരം, അന്നന്നത്തേക്കുള്ള ആഹാരം എന്നത് ആവശ്യമുള്ള വാഹനം, ആവശ്യമുള്ള വീട്, ആവശ്യമുള്ള വസ്ത്രം, ആവശ്യമുള്ള ആഹാരം എന്നതാണ് ദൈവിക അനുഗ്രഹത്തിൻ്റെ ഘടകം. ഒരു വ്യക്തി ഒരു ട്രെയിനിൽ ഒരു പ്രദേശത്തേക്ക്, തൻ്റെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയാകുക. ആ വ്യക്തി ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നു, മറ്റൊരു ദൂരെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് താൻ ടിക്കറ്റ് എടുക്കുകയാണ്. താൻ ട്രെയിൻ കയറി ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് വിശക്കുന്നു. അപ്പോൾ
ഒന്നുകിൽ ട്രെയിനിനകത്തൂടെ കടന്നു വരുന്ന വ്യക്തിയിൽ നിന്ന് വിശപ്പിനുള്ള ആഹാരം വാങ്ങുന്നു, അല്പം കൂടി കടന്നു ചെല്ലുമ്പോൾ തനിക്ക് ദാഹിക്കുന്നു, അപ്പോൾ ട്രെയിനിനകത്തുള്ളതോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് വെളിയിലിറങ്ങി ആ സ്റ്റേഷനിൽ എവിടെയാണോ ട്രെയിൻ നിർത്തുന്നത് ആ സ്റ്റേഷനിൽ നിന്ന് വെള്ളവും ഭക്ഷണവും വാങ്ങി തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്നു. അതിനുശേഷം വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ്. അതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതം. നമ്മൾ ഒരു യാത്രയിലാണ്. നമ്മളെക്കുറിച്ച്, വിശ്വാസികളാകുന്ന നമ്മളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നമ്മൾ സിയോൻ യാത്രക്കാരാണ്, സിയോനിലേക്കുള്ള യാത്രയിലാണ്, സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആവശ്യമുള്ള വസ്ത്രം വേണം, വാഹനം വേണം, ഭക്ഷണം വേണം, താമസിക്കാനുള്ള ഭവനം വേണം. ഇതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നതാണ്. പക്ഷെ അതിന് മാത്രം ഇപ്പം ലഭിച്ച വീട് പോരാ, ഇപ്പം ലഭിച്ച വാഹനം പോരാ, ഇപ്പം ലഭിച്ച വസ്ത്രം പോരാ, ഇതിലും മേൽത്തരമായത് എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും തൃപ്തി ലഭിക്കില്ല. നമുക്ക് ലഭിച്ചതിൽ നാം സംതൃപ്തരാണ്, നമുക്ക് ലഭിച്ചതിൽ നാം അഭിമാനിക്കുന്നവരാണോ, അതിൽ നാം നിലനിൽക്കുന്നവരാണോ എങ്കിൽ നമ്മുടെ സിയോൻ യാത്രയിലേക്കുള്ള ആ വഴിത്താരയിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ തൃപ്തരായിരിക്കുമ്പോൾ ചിലർ കടന്നു വന്ന് ഇത് നിനക്ക് പോരാ, ഇതല്ല നിനക്ക് വേണ്ടത്, ഇതിലും വലുത് നിനക്ക് വേണം എന്ന് നമ്മളെ ഫോഴ്സ് ചെയ്ത് മറ്റൊന്നിലേക്ക് വഴിതിരിച്ചു വിടുമ്പോഴാണ് നാം കടക്കാരായി മാറുന്നത്. പലപ്പോഴും നമുക്ക് അർഹിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതിനെ നാം തേടിപ്പിടിച്ച് അതിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമുക്കുള്ളതിൽ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും സംതൃപ്തി നമുക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആയതിനാൽ നമുക്ക് ലഭിച്ചതിൽ നമ്മൾ സംതൃപ്തരാണ് ആകണം, അല്പത്തിൽ വിശ്വസ്തരായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയതിനാൽ ഈ ദിനങ്ങളിൽ അനുഗ്രഹം എന്നത് ഇപ്പോഴുള്ള വീടിനേക്കാൾ വലിയ വീട് ലഭിക്കുന്നതല്ല, ഇപ്പോഴുള്ള വാഹനത്തേക്കാൾ മേൽത്തരമായ വലിയ വാഹനം ലഭിക്കുന്നതല്ല, ഇപ്പോഴുള്ള വസ്ത്രത്തേക്കാൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ല, ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളെക്കാൾ വിലയേറിയത് ലഭിക്കുന്നതല്ല. അന്നന്നത്തേക്കുള്ള ആഹാരം നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് ദൈവിക അനുഗ്രഹം. ആ ആഹാരത്തിൽ, ആ വസ്ത്രത്തിൽ, ആ വീടിലും, ആ നമ്മുടെ ജീവിത ശൈലിയിലും, ആ നമ്മുടെ ജീവിതത്തിലും നാം സംതൃപ്തിപ്പെടുന്നതാണ്, സന്തോഷിക്കുന്നതാണ്, സമാധാനപ്പെടുന്നതാണ്, ആ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നതാണ് ക്രിസ്തുയേശു നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും വിലയേറിയ അനുഗ്രഹം. ആയതിനാൽ ലോകത്തിലുള്ള നശിച്ചു പോകുന്നതിന് പിന്നാലെ ഓടാതെ ആ നിത്യതയെ അവകാശമാക്കുവാൻ, അതിനു വേണ്ടി ഓടുവാൻ, അതിനെ നഷ്ടപ്പെടാതെ, ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ നിലനിന്നു പോകുവാൻ നമുക്കൊരുങ്ങാം. ദൈവം അതിനായി ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.